everyone, welcome to Kids Area Online. ഹിന്ദി എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി അല്ലേ? ഓക്കെ, നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏപ്രിൽ 1 മുതൽ വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവുകയാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ ലെറ്റേഴ്സ് അറിയാത്തവർക്ക് ലെറ്റേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ഇനി ലെറ്റേഴ്സ് അറിയാം പക്ഷെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇത് മൂന്ന് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്, ബേസിക് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷന് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ കുട്ടികൾക്കായുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട്. കുട്ടികൾ എക്സാം എഴുതാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ സ്വന്തമായിട്ട് സെന്റൻസ് ക്രിയേഷനൊക്കെ സെന്റൻസ് ഉണ്ടാക്കി എഴുതാൻ ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. മാത്സ് ബേസിക് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. മാത്തമെറ്റിക്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊന്നും അറിയാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അവർക്കായിട്ടുള്ള മാത്സ് ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഇയർ മുതൽ STD1 മുതൽ STD5 വരെയുള്ള ട്യൂഷനും ഉണ്ടാകും. ഈ വർഷം ഉള്ളതുപോലെ തന്നെ ട്യൂഷൻ ഉണ്ടാകും. ജൂൺ 1 ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ആവശ്യം, എല്ലാ ക്ലാസ്സുകളും സൂമിൽ ലൈവായിട്ടാണ് വരുന്നത്. അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. ഓക്കെ, ഹിന്ദി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. 6 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലേതെങ്കിലും 5 എഴുതിയാൽ മതി. ഓക്കെ, ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതായിരുന്നു. ബഗീച്ചേ മേം ഏക് സുന്ദർ ഫൂൽ ഖില. ബഗീച്ചേ പൂന്തോട്ടത്തിൽ ഒരു മനോഹരമായ പൂ വിരിഞ്ഞു. തബ് ദോ തിത്തലിയാം ആയി. അപ്പോൾ അവിടെ 2 പൂമ്പാറ്റകൾ വന്നു. ഏക് നീലി ഔർ ഏക് പീലി. ഒന്ന് നീല നിറവും ഒന്ന് മഞ്ഞ നിറവും. പീലി തിത്തലി ഫൂൾ പർ ബൈട്ടി. മഞ്ഞ ചിത്രശലഭം എന്ത് ചെയ്തു? പൂമ്പാറ്റ എന്ത് ചെയ്തു? പൂവിലിരുന്നു. നീലി തിത്തലി ഉത്തി രഹി. നീല പൂമ്പാറ്റ അവിടെ പറന്നുകൊണ്ടേയിരുന്നു. പീലീനെ കഹ. മഞ്ഞ തിത്തലി പറഞ്ഞു, ആവോ വരൂ ദോസ്ത് ഫ്രണ്ട്, വരൂ കൂട്ടുകാരാ, ഹം മധു പീലേം, നമുക്ക് തേൻ കുടിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്നും വരുന്ന 5 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഫൂൽ കഹാം ഖില. പൂവ് വിരിഞ്ഞത് എവിടെയാണ്? താലാബ് കുളത്തിൽ, ജംഗൽ കാട്ടിൽ, ബഗീച്ചേ മേം പൂന്തോട്ടത്തിൽ, ആസ്മാൻ മേം ആകാശത്തിൽ. ശരിയായ ഉത്തരം ബഗീച്ചേ മേം. രണ്ടാമത്തെ ചോദ്യം, തിത്തലിയാം ബഗീച്ചേ മേം കബ് ആയി. എപ്പോഴാണ് പൂമ്പാറ്റകൾ പൂന്തോട്ടത്തിൽ വന്നത്? ധൂപ് നികൽനെ പർ. സൂര്യന്റെ ആ ഒരു പുറത്തു വന്നപ്പോൾ. ഫൂൽ ഖിൽനെ പർ പൂവ് വിരിഞ്ഞപ്പോൾ. ഹവ ആനെ പർ കാറ്റ് വന്നപ്പോൾ. ധൂൽ ഉഡ്നെ പർ പൊടി പറന്നപ്പോൾ. എപ്പോഴാണ്? സൂര്യൻ വന്നപ്പോഴാണോ, ചൂട് വന്നപ്പോഴാണോ, അല്ലെങ്കിൽ പൂ വിരിഞ്ഞപ്പോഴാണോ? യെസ്, ഫൂൽ ഖിൽനെ പർ പൂവ് വിരിഞ്ഞപ്പോൾ. ഫൂൽ പർ കോൺ ബൈട്ടി. ഫൂലിന്റെ പുറത്ത് ആരായിരുന്നേ? നീലി തിത്തലി നീല ചിത്രശലഭം, കാലി തിത്തലി കറുത്ത പൂമ്പാറ്റ, ലാൽ തിത്തലി ചുവന്ന പൂമ്പാറ്റ, പീലി തിത്തലി മഞ്ഞ പൂമ്പാറ്റ. എവിടെ ആരായിരുന്നേ? പീലി തിത്തലി മഞ്ഞ ചിത്രശലഭം, മഞ്ഞ പൂമ്പാറ്റയാണ് ഇരുന്നത്. അടുത്ത ചോദ്യം, ബഗീച്ചേ മേം കോൻ കോൻ ആയി. ഈ പൂന്തോട്ടത്തിൽ ആരാണ് വന്നത്? പൂന്തോട്ടത്തിൽ ആരാണ് വന്നത്? പീലി ഔർ നീലി തിത്തലി, മഞ്ഞയും നീലയും പൂമ്പാറ്റ. നീലി ഔർ കാലി തിത്തലി, നീലയും കറുത്തതുമായിട്ടുള്ള പൂമ്പാറ്റ. കാലി ഔർ പീലി തിത്തലി, കറുപ്പും മഞ്ഞയുമായിട്ടുള്ള പൂമ്പാറ്റ. പീലി ഔർ ഹൂരി തിത്തലി, മഞ്ഞ പൂമ്പാറ്റയും ബ്രൗൺ തവിട്ട് നിറത്തിലുള്ള പൂമ്പാറ്റയും. ഏതാണ്? പീലി ഔർ നീലി, നീലയും മഞ്ഞയും നിറത്തിലുള്ള പൂമ്പാറ്റകളാണ് വന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മധു പീനെ കെ ലിയെ തിത്തലിയാം കഹാം ആതി ഹേം. ചിത്രശലഭങ്ങൾ തേൻ കുടിക്കാൻ എവിടെയാണ് വരുന്നത്? തിൻകേപ്പർ വൈക്കോലിൽ, പത്തേപ്പർ ഇലയിൽ, കലീപ്പർ മൊട്ടിൽ, പൂൽപ്പർ പൂവിൽ. എവിടെയാ? പൂൽപ്പർ. ഓക്കെ, ഇപ്പൊ ഈ 5 ചോദ്യങ്ങളായിരുന്നു ഗതിവിധി 1 ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ഗതിവിധി നോക്കാം. ഖഡ് പടേ അവർ പ്രശ്നോം കെ ഉത്തർ ലിഖേ.
ഇത് വായിച്ചിട്ട് ഉത്തരം നൽകുക. ദോ സന്തരേത്തെ, സന്തര എന്ന് പറഞ്ഞ ഓറഞ്ച്. 2 ഓറഞ്ച് ഉണ്ടായിരുന്നു. ഏക് ദിൻ വേ ഘൂംനെ നികലെ, ഒരു ദിവസം അവർ നടക്കാൻ പോയി. ദോനോ ഹസ്തേ ലുട്ടെ ഫുത്തെ ചലേ ജാ രഹേ തെ, അവർ എന്ത് ചെയ്യുമായിരുന്നു? ഉരുണ്ടും ചാടിയും ചിരിച്ചും ഒക്കെ. ഹസ്തേ എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ലുക്തെ എന്ന് പറഞ്ഞാൽ ഉരുളുക, ഫുത്കത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, ചാടുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഫുത്കത്തിലെ ജാരഹേത്തെ, ഇങ്ങനെയൊക്കെ അവർ ഉരുണ്ടും ചാടിയും ഒക്കെ കൊണ്ടിരിക്കുകയായിരുന്നു. അചാനക് ഏക് ഫാലു സാമ്നെ ആകെയ, പെട്ടെന്ന് എന്ത് ചെയ്തു? അവരുടെ മുന്നിൽ ആര് വന്ന് പ്രത്യക്ഷപ്പെട്ടു? കരടി. കരടി വന്നു. സന്തരോങ്കി സാമ്നെ കോൻ ആകെയ, ഈ ഓറഞ്ചുകളുടെ അടുത്ത് ആരാണ് വന്നത്? ഫാലു കരടി, ബന്ദർ കുരങ്ങൻ, ഹാത്തി ആന, ജിറാഫ് ജിറാഫ്. ഏതാണ് ശരി ഉത്തരം? ഫാലു, കരടിയാണ് വന്നത്. ഇനി അടുത്തത് വാർത്താലാപം, കോൺവെർസേഷൻ ആണ്. ഈ ഓറഞ്ചുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ഗതിവിധിയിലോട്ട് പോവാം. മൂന്നാമത്തെ ഗതിവിധി ഒരു പോയം, ഒരു കവിത തന്നിട്ടുണ്ട്. റിംചിം റിംചിം വർഷായി धरती की सब प्यास बुझाई श्याम खड़ाएं घुमट रही है नदी नालियां उमट रही है भरे हुए हैं ताल तलैया बूंदे करती ताता थയ്യ थയ്യ. ഓക്കെ, ഇതിൽ നിന്നും 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നദി നാലിയാം ക്യാ കർ രഹി ഥി, ക്യാ കർ രഹി ഹേ, നദികളും അരുവികളും എന്താണ് ചെയ്യുന്നത്? നദികളും അരുവികളും എന്ത് ചെയ്യുന്നു? ഉമട് രഹി ഹേം എന്ന് പറഞ്ഞാല് കവിഞ്ഞൊഴുകുന്നു. ഇവിടെ പറയുന്നത് റിംചിം റിംചിം വർഷ, ഇത് തന്നെ ചാറ്റൽ മഴ വന്നു. ധർത്തിക്ക് സബ് പ്യാസ് ബുച്ചായും, ഭൂമിയുടെ ദാഹം അകറ്റി. ശ്യാം ഖടായും ഖുമട് രഹി ഹേം, ഇരുണ്ട മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. നദീ നാലിയാം ഉമട് രഹി ഹേം, നദികളും അരുവികളും കവിഞ്ഞൊഴുകുന്നു. ഹരേ ഹുയേ ഹേം താൽ തലയ്യാം, കുളങ്ങളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ബൂന്തേ കർത്തി താഥയ്യ, തുള്ളികൾ എന്ത് ചെയ്യാണ്? ഡാൻസ് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് മന്ത്രിക്കുന്നു. അവിടെ ഇതറിയാലോ, തുള്ളികൾ വീഴുമ്പോൾ, വെള്ളത്തിൽ തുള്ളികൾ വീഴുമ്പോൾ ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ആശയ് വാലി പങ്ക്തിയാം ചുൻകർലിക്കാം, ഇവിടെ നൽകിയിരിക്കുന്ന ആശയം വരുന്ന വരികൾ എടുത്തെഴുതുക. വർഷ ആകെയി ഔർ ധർത്തിക്ക് പ്യാസ് ബുച്ചാതി എന്ന് പറഞ്ഞാല് മഴ വന്നു, ഭൂമിയുടെ ദാഹം അകറ്റി, ശമിപ്പിച്ചു എന്ന് വരുന്ന വരി ഏതാണ്? ആദ്യത്തെ 2 ലൈനാണ് ആദ്യത്തെ ആൻസർ. ഓക്കെ, ഇതാണ് ആൻസർ, ആദ്യത്തെ 2 ലൈൻ. ഇനി അതിന് ആ ആക്ടിവിറ്റി നോക്കാം. താല ഭരേ ഹുയേ ഹേം ഔർ ബൂന്തേം നാശ്തി ഹേം, കുളങ്ങൾ നിറഞ്ഞിരിക്കുന്നു, തുള്ളികൾ നൃത്തം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് വരുന്ന ലൈൻസ് ഏതാണ്? അവസാനത്തെ 2 ലൈൻസ് ആണ്. ഇതാണ് ആയുടെ ആൻസർ, ഇതാണ് ആദ്യത്തെ ആയുടെ ആൻസർ. ഇതിൽ കാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉമഡ് രഹി ഹേ, ഇതാണ് കാ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് ഖായുടെ ആയും ആയും. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 4, നാലാമത്തെ ആക്ടിവിറ്റി. ചിത്രയ്ക്ക് സ്ഥാൻ പർ ഉചിത് ശബ്ദ് ജോഡേം അവർ വാക്കിലിക്കും. ഇവിടെ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. ബോൾ പന്ത്, ചായ് ചായ, പില്ല നായ്ക്കുട്ടി, ഘർ വീട്, കിതാബ് പുസ്തകം. അപ്പോൾ ഇതാ ചിത്രത്തിന്റെ സ്ഥലത്ത് അതെടുത്ത് എഴുതുക. ഒന്നാമത്തേത് എന്താണ്? രാത് ക സമയ ഥ നീതു കെ ഹാത്ത് മേ, എന്താണുള്ളത്? കിതാബ്. ഒന്നാമത്തേത് കിതാബ്, കിതാബാണ് ഇവിടെ എഴുതാനുള്ളത്. ഓക്കെ, കിതാബ്. രണ്ടാമത് നീതു ഘർ കെ ബാഹർ തി, നീതു വീടിന്റെ പുറത്തായിരുന്നു, ഘർ. മൂന്നാമത് അമ്മ ചായ് ലേക്കറായി, അമ്മ എന്തു കൊണ്ടുവന്നു? ചായ കൊണ്ടുവന്നു. ഓക്കെ, ചായ്. അമ്മ കെ സാത്ത് പില്ല ഹി ആയ, അമ്മയുടെ അടുത്ത് ആര് വന്നു? പില്ല നായ്ക്കുട്ടി. ഓക്കെ, നീതു നെ പില്ലോക്കോ എന്ത് ദിയ? ബോൾ ദിയ. നീതു എന്ത് കൊടുത്തു? പില്ലുവിന് ബോൾ കൊടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ? കിതാബ്, ഘർ, ചായ്, പില്ല, ബോൾ. ഇതാണ് ഉത്തരം. അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം. ഗതിവിധി 5. ഇവിടെ ചെറിയൊരു കവിത കൊടുത്തിട്ടുണ്ട്. പാനി സേ ഹി യഹ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹേ, ഈ ലോകം വെള്ളത്താൽ മനോഹരമാണ്, വെള്ളം ജലം ജീവനാണ് എന്ന് പറയാണ്.
ജൽക്ക സമാനാർത്ഥക് ശബ്ദ കവിതാംശത്തെ ചുൻകർ ലിഖേം. ജലത്തിന്റെ സമാനാർത്ഥം വരുന്നത് ഏതാണ്? പാനി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പാനിയാണ്. പാനി അമൂല്യ ഹേ, പാനിക്ക് മഹത്വ പർ പോസ്റ്റ് തയ്യാർ കരേ. വെള്ളം അമൂല്യമാണ്, വെള്ളത്തിന്റെ അമൂല്യത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. അടുത്ത് ഖാ ക്വസ്റ്റ്യൻ. ഇനി ഗതിവിധി 6 പോകാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ചിത്രത്തിന് ആസ്പദമാക്കി കുറച്ച് സെന്റൻസും താഴെ നൽകിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എടുത്തെഴുതുക. ഇവിടെ ഒന്നാമത്തത് ഖർക്കെ സാമനെ ഏക്ക് ബില്ലൗട്ടാ ഹെ, വീടിന് മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. പേട്കെ നീച്ചെ ഏക്ക് ഭാലു ഹെ, മരത്തിന്റെ താഴെ ഒരു കരടിയുണ്ട്. ഖർക്കെ ബാഹർ ഏക്ക് ലഡ്കി ഹെ, വീടിന് പുറത്ത് ഒരു പെൺകുട്ടിയുണ്ട്. താലാബ് കെ കിനാരെ ഏക്ക് ജൽമുർഗി ഹെ, നമ്മുടെ കുളത്തിന്റെ അരികിൽ ഒരു കുളക്കോഴിയുണ്ട്. പേട്കെ ഊപ്പർ ചിടിയാ ഹെ, മരത്തിന്റെ മുകളിൽ ഒരു പക്ഷിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് വരിക? മരത്തിന്റെ മുകളിൽ ഒരു പക്ഷിയുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തേത്, മരത്തിന് മുകളിൽ ഒരു പക്ഷിയുണ്ട്. ഇത് 1. രണ്ടാമത്തേത് ഏതാണ്? പൂച്ചക്കുട്ടിയാണ്. അപ്പൊ ഇതാണ് 2. ഖർക്കെ സാമനെ ഏക്ക് ബില്ലൗട്ടാ ഹെ. മൂന്നാമത്തേത് കുളത്തിന്റെ കരയിൽ ഒരു കുളക്കോഴിയുണ്ട്. ഇതായിരുന്നു മൂന്നാമത്തത്. നാലാമത്തത് മരത്തിനടിയിൽ ഒരു കരടിയുണ്ട്. അപ്പൊ ഇതാണ് 4. അഞ്ചാമത്തെ വീടിന് പുറത്തൊരു പെൺകുട്ടിയുണ്ട്. ഇങ്ങനെയാണ് ഉത്തരം വരെ. ഒന്നാമത്തെ സെന്റൻസ് പേട്കെ ഊപ്പർ ചിടിയാ ഹെ. രണ്ടാമത്തെ ചിത്രത്തിന് നേരെ എഴുതേണ്ടത് ഖർക്കെ സാമനേക്ക് ബില്ലൗട്ടാ ഹെ. മൂന്നാമത്തെ ചിത്രത്തിന് നേരെ എഴുതേണ്ടത് താലാബ് കെ കിനാരേക്ക് ജൽമുർഗി ഹെ. നാലാമത്തെ ചിത്രത്തിന് നേരെ പേട്കെ നീച്ചേക്ക് ഭാലു ഹെ. അഞ്ചാമത്തെ ചിത്രത്തിന് നേരെ ഖർക്കെ ബാഹറേക്ക് ലഡ്കി ഹെ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ 5ാം ക്ലാസ്സിലുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.